ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവനോട് ഏറ്റവും തഖ്വയുള്ളവരായി ജീവിക്കണം എന്നുണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഏത് നിമിഷവും ഏത് പ്രായത്തിലും നമ്മളൊക്കെ ഇവിടെ നിന്ന് യാത്ര പറയേണ്ടവരാണ്. അവൻ നിശ്ചയിച്ച പരിധിയെത്തിയാൽ ആരെയും കാത്തിരിക്കാതെ ഈ ലോകത്തോട് വിട പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന ബോധവും ചിന്തയും നമ്മുടെ മനസ്സിൽ സജീവമായി ഉണ്ടാവുകയും അതിനനുസൃതമായി ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടെ കെട്ടിപ്പടുക്കണം എന്നും ഉണർത്തുകയാണ്. ഞാനിവിടെ പുതിയ ആയത്ത് സൂറത്തുൽ മആരിജിലെ 29, 30, 31 ആയത്തുകളാണ്. ഇതേ ആശയം സൂറത്തുൽ മുഅ്മിനൂനിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട, പ്രത്യേകിച്ചും വിശ്വാസികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയാണ് ഈ ആയത്തും അതിൻ്റെ മുന്നിലും പിന്നിലുമുള്ള കാര്യങ്ങൾ നമ്മൾ ഉണർത്തുന്നത്. ഇവിടെ ഉണർത്തുന്നത് വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, വിശ്വാസികൾ അവരുടെ ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. സ്വന്തം ഇണകളിലും അള്ളാഹു അനുവദിച്ച അടിമകളിലുമല്ലാതെ അവർ അത് വിനിയോഗിക്കുകയില്ല. അത്തരം സന്ദർഭങ്ങളിൽ അവരൊരിക്കലും ആക്ഷേപമുള്ളവരുമല്ല, അവരാക്ഷേപിക്കപ്പെടേണ്ടവരുമല്ല. ഫമൻ ഇബ്തഗാ വറാഅ ദാലിക, അതല്ലാത്ത വല്ല വഴിയും ആരെങ്കിലും തേടിയാൽ ഫഉലൈക ഹുമുൽ ആദൂൻ, അവരാണ് പരിധി വിട്ട പോയ ആളുകൾ, അവരാണ് അക്രമത്തിലേക്ക് നീങ്ങുന്നവർ. മതത്തിൻ്റെ ഭാഷയിൽ അവർ എല്ലാ പരിധികളും വിട്ടവരാണ്. അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിൽ നമ്മൾ ജീവിക്കുന്നതിന് കുറേ പരിധികളുണ്ട്. പൂർണ്ണമായും നമ്മൾ സ്വതന്ത്രരല്ല, നമുക്ക് തോന്നിയ പോലെ ജീവിക്കേണ്ടവനല്ല ഒരു വിശ്വാസി. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹുവിന് ചില ഹദ്ദുകളുണ്ട്, ചില അതിരുകളുണ്ട്. ഫലാ തഅ്തദൂഹ, അത് നിങ്ങൾ ഒരിക്കലും ലംഘിക്കരുത്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി, അള്ളാഹുവിൻ്റെ പരിധികളെ, അതിരുകളെ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാണ് അക്രമം പ്രവർത്തിക്കുന്നവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വേറെയും പല സ്ഥലങ്ങളിലും അള്ളാഹു ഈ
അള്ളാഹു നിശ്ചയിച്ച പരിധിക്കുള്ളിലുള്ള സ്വാതന്ത്ര്യമേ നമുക്കുള്ളൂ എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു നമുക്ക് എല്ലാ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും നൽകുന്നില്ല. നിശ്ചയിച്ച പരിധിക്കുള്ളിൽ ധാരാളം സ്വാതന്ത്ര്യങ്ങൾ സുന്ദരമായി സുഖമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും ആസ്വാദ്യതകളും പരിശുദ്ധ ഇസ്ലാം അനുവദിച്ച് നൽകുന്നുണ്ട്. എന്നാൽ അവന്റെ ജീവിതം തന്നെ ദുസ്സഹമായി പോകുന്ന രീതിയായിരിക്കും അവൻ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് തനിക്ക് തോന്നിയ പോലെ ജീവിക്കുകയാണെങ്കിൽ അത് അവന്റെ ജീവിതം ദുസ്സഹമായിരിക്കും. അവനൊരിക്കലും അതുകൊണ്ട് സംതൃപ്തി ഉണ്ടാകാൻ പോകുന്നില്ല. അവൻ ഇരുലോകത്തും ഇഹലോകത്തും പരലോകത്തും നഷ്ടപ്പെടുന്നവനായിരിക്കും എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഇതിനെപ്പറ്റി ഉണർത്തേണ്ടി വരുന്നത് നമ്മളുടെ പാഠ്യ പദ്ധതിയും പഠിപ്പിക്കാൻ പോണ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. NSSന്റെ ക്യാമ്പിന് നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ പറഞ്ഞേക്കാം. നമുക്കൊക്കെ സന്തോഷം. NSS ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല അനുഭവമാണ്. അതിന്റെ ലക്ഷ്യം തന്നെ വിദ്യാർത്ഥികളിൽ പരസ്പര സഹായവും സഹകരണവും അതുപോലെ തന്നെ സമൂഹത്തിന്റെ ആവശ്യങ്ങളും നിർവഹിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക. അതുകൊണ്ടാണ് NSSന്റെ വളണ്ടിയർമാര് ഓരോ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് അവിടെയുള്ള ആളുകളുമായി സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിനവർക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മകളൊക്കെ ചെയ്ത് അവിടെ റോഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വിങ്ങാണ് യഥാർത്ഥത്തിൽ NSS വിങ് എന്ന് പറയുന്നത്. ആ വിങ് നമ്മുടെ കുട്ടികളൊക്കെ അതിൽ അംഗമാണ്. പക്ഷേ ഈ NSS വിങ്ങിനെ ചില ആളുകൾ അതിന് തലപ്പത്തിരിക്കുന്ന ചില ആളുകൾ വളരെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഈ വർഷം തുടങ്ങിയതല്ല, 1-2 വർഷമായി അത് തുടങ്ങിയതാണ്. ഈ വർഷം അത് പച്ചയായി ഈ നിലവിൽ വന്നു എന്നുള്ളതാണ്. അതായത് കുട്ടികളെ ലൈംഗികമായി എല്ലാ അർത്ഥത്തിലുള്ള അരാജകത്തിലൂടെയും വളർത്താൻ ഉള്ള കാര്യങ്ങളാആണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈ പ്രാവശ്യത്തെ NSSന് 7 ദിവസം നീണ്ടു നിൽക്കുന്ന കുട്ടികളുടെ ക്യാമ്പുകളാണുള്ളത്. അതിൽ 23-ാം തീയതി പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നൽകിയ നിർദ്ദേശം അത് വിദ്യാർത്ഥികളിൽ ജെൻഡർ പരിശീലനം സംഘടിപ്പിക്കേണ്ടതാണ്. ജെൻഡർ പരിശീലനം. ഈ ജെൻഡർ പരിശീലനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ജെൻഡർ എന്നുള്ള പദത്തിന്റെ അർത്ഥം സാധാരണ സ്ത്രീലിംഗം പുല്ലിംഗം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആൺ പെൺ എന്ന് പറയുന്ന ആ സെക്സിനാണ് സാധാരണ ജെൻഡർ എന്ന് പറയാം. എന്നാൽ ഇന്ന് ആധുനിക ലോകത്ത് ഇതിന് മറ്റൊരു അർത്ഥം കൽപ്പിച്ചുകൊണ്ട് മറ്റൊരു വ്യാഖ്യാനം നൽകിക്കൊണ്ട് പോകുന്നുണ്ട്. സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ആണ് പെണ്ണ്, അതാണ്. അപ്പൊ നമ്മളെ ഇതിലൊക്കെ അപേക്ഷകളിലൊക്കെ ഉണ്ടാവും ഏതാണ് സെക്സ്, അപ്പോൾ ആണ് പെണ്ണ് എന്ന് നമ്മളവിടെ രേഖപ്പെടുത്തും. അത് സെക്സ്. എന്നാൽ വേറൊന്നുണ്ട്, പണ്ട് കാലത്തൊക്കെ ഇത് ജെൻഡർ എന്നും ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഈ പദം സെക്സിന്റെ ഒരു പര്യായമായിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പദമായിരുന്നു ജെൻഡർ എന്നുള്ള പദം. ഇന്ന് ചില രാഷ്ട്രീയമായ ചില താല്പര്യങ്ങൾ, ഈ കേരളത്തിലുള്ള രാഷ്ട്രീയമല്ല ഉദ്ദേശിക്കുന്നത്, ലോകതലത്തിൽ തന്നെ ഉള്ള ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ജെൻഡർ എന്നുള്ളതിന് പുതിയൊരു വ്യാഖ്യാനം. അതെന്താന്ന് വെച്ചാൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഇതാണെങ്കിൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവനവൻ വളർന്നു വരുമ്പോൾ തോന്നുന്ന ചില തോന്നലുകളുണ്ട്. ഞാൻ ആണാണോ പെണ്ണാണോ എന്ന വിഷയത്തിൽ തോന്നുന്ന തോന്നലുകൾ, ആ തോന്നലിനനുസരിച്ചാണ് അവൻ ജീവിക്കേണ്ടത്. അപ്പോ ആ തോന്നലിനനുസരിച്ചിട്ട് അവൻ ജീവിക്കുന്ന ആ രീതിയാണ്, അതാണ് ഇവിടെ പറയുന്നത് ജെൻഡർ പരിശീലനം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഒരാൾക്ക് പല രീതിയിലുള്ള തോന്നൽ, ആണും പെണ്ണും പരസ്പരം അവർക്ക് പല തോന്നലുകൾ ഉണ്ടാവും. അവർക്ക് സ്വാഭാവികമായും ആണിൻ്റെതായ ശാരീരിക ഘടനയുണ്ട്,
പെണ്ണിന് പെണ്ണിൻ്റെതായ ശാരീരിക ഘടനയുണ്ട്. അതുപോലെ അവർക്ക് തമ്മിലൊരു താല്പര്യം, പരസ്പര പ്രണയവും മറ്റു താല്പര്യങ്ങളൊക്കെ ആണും പെണ്ണും തമ്മിലുണ്ടാകുന്നതാണ്. ഇതങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അത് മനുഷ്യൻ വളർന്നിങ്ങനെ വരുമ്പോ അവന് ചിലപ്പോൾ ആണിനോടായിരിക്കാം പ്രണയം, പെണ്ണിന് പെണ്ണിനോടായിരിക്കാം പ്രണയം, അല്ലെങ്കിൽ ആണായി ജീവിച്ചുകൊണ്ടിരിക്കണ ശരീരമൊക്കെ എല്ലാ അർത്ഥത്തിലും ആണാണ്. അപ്പോ അവന് ചിലപ്പോൾ തോന്നും ഞാനൊരു പെണ്ണാണോ എന്ന് തോന്നുകയാണെങ്കിൽ അവന്റെ തോന്നലിനനുസരിച്ച് അവൻ മാറേണ്ടതാണ്. അവന്റെ തോന്നലിനനുസരിച്ച് ജീവിക്കാൻ അവനെ സമൂഹം അനുവദിക്കണം. അല്ലെങ്കിൽ പെണ്ണായ ഒരായി ജീവിക്കുന്ന ഒരു പെണ്ണിന് ശരീരമൊക്കെ പെണ്ണാണ്, പെണ്ണിന്റെ എല്ലാ ബയോളജിക്കൽ അടയാളങ്ങളുള്ള എല്ലാമുള്ള പെണ്ണിനെ അവർക്ക് തോന്നുകയാണ് ഞാൻ ഒരാണാണ് എന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നിയാൽ അതൊരു അതൊരു രോഗമൊന്നുമല്ല. അതെന്താണ്? അത് നമ്മൾ അംഗീകരിക്കേണ്ട സംഗതിയാണ്. ആണാണെന്ന് തോന്നിയത് ആണനുസരിച്ച് ജീവിക്കാൻ പോകണം. അങ്ങനെ ജീവിക്കാൻ വിടുന്നതിനാണ് അവര് ജെൻഡർ എന്ന് പറയുന്നതിന് അതാണ്. അപ്പോ പുരുഷ ശരീരത്തിൽ ഉള്ള ഒരാൾക്ക് ഞാൻ സ്ത്രീയാണെന്ന് തോന്നിയാൽ അവനെ സ്ത്രീയായി അംഗീകരിക്കണം. സ്ത്രീ ശരീരത്തോട് കൂടിയുള്ള ഒരു പെണ്ണിനെ ആണാണെന്ന് തോന്നിയാൽ അവൻ ആണായി അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിക്കണം എന്ന സംഗതി അതിനനുസരിച്ച് ഉണ്ടാകുന്ന അതിന്റെ ഒരു മറ്റൊരു രീതിയിൽ വന്നതാണ് ഈ LGBTQR+ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഗതികളുണ്ട്. അതിൽപ്പെട്ടതാണ് എൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, LG എന്ന് പറഞ്ഞാൽ ഒരേ ലിംഗത്തിൽപ്പെട്ടവർക്കുള്ള അവർ തമ്മിലുണ്ടാകുന്ന പ്രണയവും അവർ തമ്മിലുണ്ടാകുന്ന ലൈംഗിക താല്പര്യങ്ങൾക്കുമാണ് സ്വവർഗ രതി എന്നൊക്കെ നമ്മൾ പറയുന്നതിനാണ് LG. ഒരാൾക്ക് അങ്ങനെ തോന്നിയാൽ അങ്ങനെ തന്നെ അവനെ ജീവിക്കാൻ പറ്റും. അതോ പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ. ഇന്ന് ഈ അടുത്ത കാലത്ത് ഒരു സിനിമ ഇറങ്ങി, കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. ആ സിനിമയെ പറ്റി വലിയ കോലാഹലങ്ങൾ നടക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് ആ സിനിമ എന്ന് പറയുന്നത്? ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ആണും പെണ്ണും തന്നെയല്ല കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുടുംബം ഒന്നും ആവശ്യമല്ല. ആണും ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാം, പെണ്ണും ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാം. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് പഠിപ്പിക്കുകയും അതിനെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ. നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഈ ആധുനികത എന്ന് പറയുന്നതൊക്കെ അതാണ്. അങ്ങനെ തന്നെ ജീവിക്കണം, ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ ജീവിക്കാൻ അനുവദിക്കണം. അതാണ് ചെയ്യേണ്ടത്. അവിടെ മതത്തിന്റെ വേലിക്കെട്ടുകൾ ഉണ്ടാകാൻ പാടില്ല, സമൂഹത്തിന്റെ വേലിക്കെട്ടുകൾക്ക് അനുസരിച്ച് നിൽക്കാൻ പാടില്ല എന്നാണ്. വാസ്തവത്തിൽ ഈ ഒരു ചിന്ത വളർന്നു വന്നാൽ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് നമ്മുടെ പെൺമക്കളുടെ സുരക്ഷയെയാണ് അത് ബാധിക്കുന്നത്. പെൺകുട്ടികളുടെ സുരക്ഷയാണ് ആൺകുട്ടികളെക്കാൾ കൂടുതൽ അത് ബാധിക്കുന്നത്. അപ്പോൾ ഒരു NSS ക്യാമ്പിൽ പോയി ഇത് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ഇൻജക്ട് ചെയ്ത് കൊടുക്കുകയാണ് കുട്ടികൾക്ക്. അപ്പൊ NSS ക്യാമ്പ് കഴിഞ്ഞ് വരുമ്പോ കുട്ടികൾക്ക് തോന്നുകയാണ് ഞാൻ ആണാണോ അതോ ഞാൻ പെണ്ണാണോ എന്നുള്ളത്. പെൺകുട്ടികൾക്ക് തോന്നുന്നു ഞാൻ ആണാണോ ഞാൻ അല്ലെങ്കിൽ പെണ്ണാണ്. അവനവന്റെ സെക്സില് അവനവന്റെ ലിംഗം ഏതാണ്, ആണോ പെണ്ണോ എന്നുള്ളതിൽ സംശയം ജനിപ്പിക്കാതെ ആ സംശയം ജനിച്ചിട്ട് അതിനനുസരിച്ച് അവരെ ആ രീതിയിൽ തന്നെ അവരെ ജീവിക്കാൻ വിടുന്നതിനാണ് ഈ പറഞ്ഞ ഈ തോന്നൽ. യഥാർത്ഥത്തിൽ ഈ തോന്നലിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് മതത്തിന്റെ വീക്ഷണത്തിലൂടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി യഥാർത്ഥത്തിൽ ഇസ്ലാം മതം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല ശാസ്ത്രീയമായും അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന സംഗതിയാണ്. ഈ തോന്നല് വെറും ആണിന് പെണ്ണാണോന്നും പെണ്ണിന് ആണാണോ എന്നുള്ളത് മാത്രമല്ല പല രീതിയിലും പല ആൾക്കാർക്കും പലതും തോന്നാറുണ്ട് അങ്ങനെ. അപ്പൊ അതിൽ വളരെ പ്രസിദ്ധമായ ഒരു തോന്നലാണ് ചില ആൾക്കാർക്ക് തോന്നിയതാണ് അവര് മൃഗമാണ്, നായയാണെന്ന് തോന്നുന്നു. വളരെയധികം പ്രസിദ്ധമായ സംഭവങ്ങളാണത്. നായയാണ് തോന്നുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സംഗതി, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് അതിനാണ്. ഒരാണിന് പെണ്ണാണെന്ന് തോന്നിയാൽ ആ പെണ്ണായി അവൻ ജീവിക്കണം, പെണ്ണിന് ആണാണെന്ന് തോന്നിയാൽ അവൻ ആണായി ജീവിക്കണം. അതുപോലെ ആണും പെണ്ണ് മാത്രമല്ല. ഈ ഇപ്പോ അടുത്ത ABC ന്യൂസ് പുറത്തുവിട്ടിരുന്ന ഒരു സംഭവമുണ്ട്. ഒരു ഗാരി മാത്യു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു 40 വയസ്സുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം US-ലെ പീറ്റർബർഗ് മറ്റുള്ളൊരു മനുഷ്യനാണ്. അയാൾക്ക് തോന്നി ഞാൻ ഒരു നായയാണോ എന്ന് അയാൾക്ക് തോന്നി. ആ നായയാന്ന് തോന്നിയിട്ട് അയാൾ നായനെ പോലെ തിന്നലൊക്കെ നായ തിന്നും പോലെ തിന്നുക. അയാള് നായന്റെ കോളറൊക്കെ
ധരിച്ചുകൊണ്ട് നായന്റെ രൂപത്തിൽ ഒരു ഷർട്ടൊക്കെ ഉണ്ടാക്കി അത് ആളുകളെ കാണുമ്പോൾ അഭിസംബോധന ചെയ്യാൻ വേണ്ടി മൂപ്പര് സാധാരണ നമ്മൾ ഹായ് എന്നോ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നോ പറഞ്ഞതിന് പകരം അദ്ദേഹം കുരക്കാണ് അദ്ദേഹം ചെയ്യുക. കാരണം അയാൾക്ക് തോന്നുക ഞാൻ നായയാണെന്ന് തോന്നി. അതുപോലെ വേറൊരു സംഭവം പിന്നെ UK ഉണ്ടായിട്ടുണ്ട്. കെസ് ജെയിംസ് എന്ന് പറഞ്ഞൊരാൾ, അദ്ദേഹം 37 വയസ്സായ ഒരാളാണ്. അയാളെ നേരല്ല പറയും, ഞാൻ മനുഷ്യന്റെ രൂപമാണ്. വളരെ ശരിയാണ്, ഞാൻ മനുഷ്യന്റെ രൂപമാണ്. പക്ഷെ എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു നായ കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നായയെ പോലെയാണ് ചെയ്യുന്നത്. എനിക്ക് നായയെപ്പോലെ ജീവിക്കണം. അത് അദ്ദേഹം വലിയ വിലയൊക്കെ കൊടുത്തുകൊണ്ട് ഏകദേശം $4,000 കൊടുത്തുകൊണ്ട് ഒരു നായന്റെ ഈ ഷർട്ടും ഒരു ഷർട്ടൊക്കെ ഇട്ട് നായനെ പോലെ 4 കാലിൽ ഇങ്ങനെ നടന്ന് ഒരു ചങ്ങലൊക്കെ ഇട്ട് അയാൾ സ്വന്തം കണ്ണിൽ ചങ്ങലൊക്കെ ഇട്ടിട്ട് അതും കടിച്ചു പിടിച്ചു. അപ്പോ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെയാണ്. ഒരാണായിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ശരീരത്തിലെ ലൈംഗികാവയവങ്ങളും എല്ലാം ആണിന്റെ തന്നെയാണ്, അല്ലെങ്കിൽ പെണ്ണിൻ്റെതാണ്. അവർക്ക് തോന്നുകയാണ് ഞാനൊരു പെണ്ണാണ് അല്ലെങ്കിൽ ഞാനൊരു ആണാണ് എന്ന് അവർക്ക് തോന്നുന്നു. അതിനാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയാം. അങ്ങനെ തോന്നുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതൊരു ചികിത്സിക്കേണ്ട രോഗമാണ്. എന്നാണ് ലോകം നേരത്തെ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരുന്നതും പഠിപ്പിച്ചിരുന്നതും. അതാണ്. അതിന് പലതരം കൗൺസിലിംഗ് കൊടുക്കാൻ കഴിയും. അതുപോലെ അതിന് ചില ഹോർമോണുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ രീതിയിൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കി അവരുടെ യഥാർത്ഥ പ്രകൃതിയിലേക്ക് അവരെ കൊണ്ടുവരണം. ആ ചികിത്സിച്ച് രോഗമായി ഇതിനെ കൊണ്ടുവരുന്നതിന് പകരം അവരെ അതേ രീതിയിൽ വിട്ടുകൊണ്ട് അതിന് പരീക്ഷണങ്ങൾ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ NSS ക്യാമ്പിൽ, ഈ പ്രാവശ്യത്തെ NSS ക്യാമ്പിൽ പഠിപ്പിച്ച ഒരു പാഠത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിമർശകരായ ആളുകൾ ഉന്നയിക്കുന്ന ഒരു വലിയ പഠനമുണ്ട്. പണ്ട് കാലത്ത് ഏകദേശം ഒരു 10-30 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ആ സംഭവം അതാണ് ഇപ്പോഴും ശാസ്ത്രമായിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുക. കുട്ടികൾക്ക് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആ പേര് കേട്ടാൽ മതിയില്ല. ശാസ്ത്രം തന്നെ പേര് കേട്ടാൽ തന്നെ കുട്ടികൾ കുറച്ചൊരു +2 പഠിക്കുന്ന കുട്ടികളാണല്ലോ. സ്വാഭാവികമായിട്ടും ഒരു മാഷ രൂപത്തിൽ ഒരാൾ വന്നിട്ട് ഇതാണ് ശാസ്ത്രം എന്ന് പറയുമ്പോൾ കുട്ടികൾ അതിനെ പറ്റി ഡീറ്റെയിലേക്കൊന്നും പോകില്ല. ആ ശാസ്ത്രത്തിലേക്കാണ്. ഇപ്പൊ ജോൺ വില്യം മണിയുടെ ഒരു പഠനം, അതാണ് ഇപ്പോൾ ഇപ്രാവശ്യം പഠിപ്പിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട സംഗമമായി വലിയ കാര്യമായിട്ട് എടുത്തു പറഞ്ഞത്. അതിന്റെ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് എനിക്ക് വായിക്കാൻ പറ്റും. സമദർശനം എന്ന് പറഞ്ഞ രീതിയിലാണ് അവരതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ പഠിപ്പിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ ന്യൂസിലാൻഡിലെ സെക്സോളജിസ്റ്റാണ്, ഒരു സൈക്യാട്രിസ്റ്റൊക്കെയാണ് ഈ പറഞ്ഞ ജോൺ വില്യം മണി എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഈ കാലത്തില് ഒരു പരീക്ഷണം നടത്തിയതാണ്. ഒരു 2 കുട്ടികൾ, എങ്ങനത്തെ 2 കുട്ടികള്, ട്വിൻസായിട്ട് ഇരട്ടകളായി ജനിച്ച 2 കുട്ടികൾ, 2 ആൺകുട്ടികൾ ഇരട്ടകളായി ജനിച്ച ഒരാളുടെ ലൈംഗിക അവയവത്തിന് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. അതൊരു ഓപ്പറേഷനോ മറ്റൊക്കെ നടത്തിയാൽ അത് ശരിയായി മാറും. ചെറിയ പ്രശ്നങ്ങൾ, ആണാണെങ്കിൽ പോലും ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചെറിയൊരു മൈനർ ഓപ്പറേഷനിലൂടെ അത് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ പെണ്ണ്, അങ്ങനെയൊക്കെ ശരിയാവുന്ന രീതിയിലാണ്. അങ്ങനെ ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഇദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഇദ്ദേഹം അതൊരു പരീക്ഷണമായിട്ട് എടുത്തു. ആ കുട്ടികളിൽ ഒരു കുട്ടിയെ അദ്ദേഹം ഒരു പെണ്ണായി വളർത്താൻ, ചെറിയ കുട്ടിയാണ്. അപ്പൊ ആദ്യം തന്നെ അദ്ദേഹം കുട്ടിയുടെ ലൈംഗിക ഭാഗങ്ങളൊക്കെ അദ്ദേഹം ആണിൻ്റെതിനെ ഒഴിവാക്കി, അതൊക്കെ ഒഴിവാക്കിയിട്ട് പെണ്ണിന്റെ രീതിയിലുള്ള ലൈംഗിക അവയവങ്ങളൊക്കെ വെച്ച് അങ്ങനെ ആ രീതിയിൽ ഒരു പരീക്ഷണം അദ്ദേഹം നടത്തി. അങ്ങനെ ഈ കുട്ടി ചെറുപ്പം മുതലേ വളർന്നു വരുന്നത് പെൺകുട്ടിയാണ്. ഡ്രസ്സും കാര്യമൊക്കെ പെൺകുട്ടികളെ പോലെ. വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ഈ കുട്ടി ആൺകുട്ടിയാണ്. പക്ഷെ ഇങ്ങനൊരു പരീക്ഷണത്തിന് വേണ്ടി ചെയ്തതാണ്. അതാണ് ഈ ജോൺ മണിയുടെ പഠനം എന്ന് പറയുന്നത്. ആ കാലത്ത് വലിയൊരു പഠനമായിട്ടൊക്കെ പറഞ്ഞിരുന്ന കാര്യമാണ്. അങ്ങനെ കുട്ടി കുറെ വലുതായിട്ട് ഈ കുട്ടിക്ക് ജീവിക്കാൻ വളരെ പ്രയാസമായി. അങ്ങനെ ബുദ്ധിമുട്ടായപ്പോൾ ഈ കുട്ടി പിന്നെയാണ് അറിയുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ജനിച്ചപ്പോൾ ഒരു ആൺകുട്ടിനെ ആയിരുന്നു. പിന്നെ എന്നെ ഈ രീതിയിലൊരു പഠന വിധേയമാക്കാൻ വേണ്ടി ഇങ്ങനെ ആയതാണെന്ന് അതിന് ആ കുട്ടി വിവാഹം ചെയ്തു. വിവാഹം വിജയകരമാകുന്ന എല്ലാ സ്ഥലങ്ങളിലും പരാജയമായി. അപ്പൊ ആ കുട്ടി അതാണ് ഇതിൽ വലിയ ജോൺ മണിയുടെ പഠനം തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത് ആ രീതിയിൽ ആണും പെണ്ണുമാക്കാൻ പറ്റും എന്ന് ജോൺ മണിയുടെ പഠനം നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് NSS ക്യാമ്പിൽ ഈ പ്രാവശ്യത്തിൽ ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്.
യഥാർത്ഥത്തിൽ ഈ ജോൺ മണിയുടെ പഠനത്തിൽ നടന്ന ഈ കുട്ടിക്ക് സംഭവിച്ചത് എന്താന്ന് അത് അവർ പറയില്ല. ഈ കുട്ടി അവസാനം ആത്മഹത്യ ചെയ്യല്ല, ജീവിക്കാൻ കഴിയാതെ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു പോയതാണ്. ആ വർത്താനം ഇതിലൊന്നും സംസാരത്തിലൊന്നും വരുന്നില്ല. ഇവരുടെ മൊഡ്യൂളിലൊന്നും അതിനെപ്പറ്റി യാതൊന്നും പറയുന്നില്ല. മറിച്ച് ഇദ്ദേഹത്തിന്റെ പഠനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശാസ്ത്രത്തിന്റെയും പിൻബലമില്ലാതെ ഓരോ ചില ആളുകൾക്ക് തോന്നിയതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളെ കുട്ടികളെ തലയിൽ ഇങ്ങനെ അടിച്ചു കയറ്റുന്ന ഒരു സംവിധാനം. അതാണ് ഈ പ്രാവശ്യം അവർ പ്രധാനമായി സമദർശനം എന്ന പേരിൽ അതിന്റെ മൊഡ്യൂളൊക്കെ നിങ്ങൾക്കൊക്കെ വായിക്കാറുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടിയെ ശരിക്ക് എന്തൊക്കെയോ ആക്കി മാറ്റുകയാണ്. കുട്ടിയുടെ ലൈംഗികതയെ പറ്റിയാണ് മുഴുവൻ, അതിന്റെ ആ ഭാഗത്ത് മുഴുവൻ അതിനെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് എല്ലാതരം ലൈംഗിക വൈകൃതങ്ങളും അതൊക്കെ പ്രകൃതിയാവുള്ളത് തന്നെയാണ്. ആണും പെണ്ണും ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് ഈ കുട്ടിയുടെ തലയിൽ വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എന്താ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്? കുടുംബജീവിതം എന്ന് പറഞ്ഞതിനെ യഥാർത്ഥത്തിൽ ഇല്ലാതെയല്ല. കുടുംബജീവിതം എന്നതിന് ആ കൺസെപ്റ്റ് ഒഴിവാക്കാൻ, അതായത് കുട്ടികൾ ജനിക്കാതെ പറഞ്ഞിട്ടുള്ളത് ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. അതിന് അത്യാവശ്യമുള്ള സംഗതിയൊന്നുമല്ല. അതില്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ ലൈംഗികമായ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയും. അതിന് വേറെ ഒരുപാട് വഴികളുണ്ട്. അങ്ങനെയാണ് പല ആളുകളും സൃഷ്ടിച്ചത് അങ്ങനെയാണ് എന്നൊക്കെ പറയാം. ഇത്ര മാത്രമല്ല, ഇവര് ഇടക്കാലത്ത് പറഞ്ഞിരുന്നു, വലിയ ജോറായിട്ട് പറഞ്ഞിരുന്ന ഒരു സംഗതിയാണ് മനുഷ്യന്റെ ജീനിൽ, ചില ആളുകളുടെ ജീനിൽ ഇങ്ങനെ എന്തുണ്ടാവും, ഹോമോസെക്ഷൽ ആയിക്കൊണ്ട് തന്നെ, അതായത് സ്വവർഗത്തോട് തന്നെ അനുരാഗം തോന്നുന്ന ജീന് ചില ആളുകളുടെ ജീനിൽ ഉണ്ടാവും എന്നൊരു ജീൻ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കോലാഹലം സൃഷ്ടിക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു ജീൻ കണ്ടെത്തിയിരിക്കുന്നു. ആ ജീൻ ഉള്ള ആളുകൾക്ക് അങ്ങനെ തന്നെ ജീവിക്കാൻ കഴിയുള്ളൂ. അവർക്ക് ഒരിക്കലും ഒരു കുടുംബജീവിതം, ആൺപെൺ കുടുംബജീവിതം അവർക്ക് സാധ്യമല്ല എന്നൊക്കെ അവർ പറഞ്ഞ്, പക്ഷെ അതിനെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തി അവസാനം അതിനെ തോട്ടിലെറിഞ്ഞു. ശാസ്ത്രം അതിനെ തോട്ടിലെറിഞ്ഞു. അങ്ങനെ ഒരു ജീൻ ഇല്ല, അങ്ങനെ മനുഷ്യനിൽ ഒരു ജീൻ ഇല്ല എന്നുള്ളത് ശാസ്ത്രം തോട്ടിലെറിഞ്ഞൊരു സംഭവമാണ്. അതൊക്കെയാണ് വലിയ കാര്യമായിട്ട് ഇപ്പോ നമ്മളെ കുട്ടികളെ ഇവര് ഈ ജെൻഡർ ജെൻഡർ പൊളിറ്റിക്സിന്റെ ഭാഗമായിക്കൊണ്ട് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് മാത്രമല്ല, നമ്മുടെ നാട്ടില് ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ. അവര് 10-30 വർഷം മുമ്പ് ഇതിലേക്ക് പോയത്. നമ്മളെല്ലാ സംഗതികളും കാലം കഴിഞ്ഞ് അവര് ചവച്ച് തുപ്പിയത് എടുത്ത് തലയിലേക്ക് നടക്കുന്ന സ്വഭാവമാണ് നമ്മുടെ നാട്ടിലെ ആധുനികരുടെ ഒക്കെ പരിപാടികൾ. മുഴുവൻ പരീക്ഷിച്ച് പരാജയപ്പെട്ട് അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു പോയി ഇത് കൊള്ളുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയ, ശാസ്ത്രീയമായും അല്ലാത്ത രീതിയും മാറ്റി നിർത്തിയ എല്ലാ ചവറുകളും തലയിലേറ്റി അത് ആധുനികതയുടെ ഭാഗമായി കുട്ടികളെയും മറ്റും പഠിപ്പിക്കുന്ന ഒരു രീതിയാണുള്ളത്. ഈ സംഭവമൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഈ ട്രാൻസ്ജെൻഡറിനെ പറ്റിയുള്ള പല നിയമങ്ങളും ആ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ ലിബറൽ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു പെണ്ണ് ഒരാണിന് ഞാൻ ഒരു പെണ്ണാന്ന് തോന്നിയാൽ അയാളെ പെണ്ണുങ്ങളുടെ കൂടെ ജീവിക്കാൻ അനുവദിക്കണം എന്നാണ് അവിടുത്തെ നിയമം. അപ്പൊ സ്ത്രീകളുടെ ടോയ്ലറ്റ്, അതുപോലെ സ്ത്രീകളുടെ ഹോസ്റ്റല്, സ്ത്രീകൾക്ക് എന്തൊക്കെ നമ്മൾ സ്ത്രീകളുടേതായിട്ടോ അവരെ കൂടെ അവരെ ജീവിക്കാൻ അനുവദിക്കണം. അവൻ നല്ല താടി മീശൊക്കെ ഉള്ള ഒരാണാണെങ്കിലും ശരി, അവന് തോന്നുന്നത് ഞാൻ പെണ്ണാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ്. അങ്ങനെ നമ്മളെ ഈ 2022 ഡെമി മൈനർ എന്ന് പറഞ്ഞ ഒരാൾ, 27 വയസ്സായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ ജയിലിലടക്കാണ്. ജയിലിലടക്കുമ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പെണ്ണാണ്, ഒരാണാണ്. പക്ഷെ അയാൾ പറഞ്ഞു എനിക്ക് പെണ്ണായിട്ട് തോന്നുന്നത് ഞാൻ പെണ്ണാണ്. അങ്ങനെ പെണ്ണാന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളുടെ ജയിലിൽ വിടണം ഇയാൾ. അങ്ങനെ അദ്ദേഹത്തെ പെണ്ണുങ്ങളുടെ ജയിലിൽ പ്രവേശിപ്പിച്ചു. പെണ്ണുങ്ങളുടെ ജയിലിലാണ് അയാളെ കൊണ്ടാക്കിയത്. ഒരാണാണ് അയാൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ ജയിലിൽ കൊണ്ടുപോയിട്ടു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേസ്. എന്താ കേസ്? ജയിലിലുള്ള 2 സ്ത്രീകൾ ഗർഭിണികളായി നമ്മുടെ കേസായി. 2 സ്ത്രീകൾ ഗർഭിണികളായി, ഇയാളിലൂടെ ഗർഭിണികളായി എന്നുള്ള കേസായി. അവസാനം അദ്ദേഹത്തെ എന്താ ചെയ്യേണ്ടത്? നിയമപ്രകാരം അദ്ദേഹത്തെ അവിടുന്ന് മാറ്റാൻ വയ്യ. അവസാനം കോടതി തീരുമാനിച്ചു അദ്ദേഹത്തെ ആ ജയിലിൽ നിന്ന് മാറ്റണം, അദ്ദേഹത്തെ വേറെ ജയിലിൽ കൊണ്ടുപോയി ഇടണം തീരുമാനിച്ചു. ഇങ്ങനത്തെ
ഒരു എന്താണ് യാതൊരു അർത്ഥത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അതുപോലെ തന്നെ സംസ്കാരത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറെ ചവറ് സാധനങ്ങൾ നമ്മളെ കുട്ടികളുടെ തലയിൽ ഇങ്ങനെ വളരെ വലിയ ആധുനികത എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിങ്ങനെ ചൊല്ലി പഠിപ്പിക്കാൻ മെനക്കെടുന്ന കുറെ ആർപികൾ, റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് കുറെ ആളുകളെ തെരഞ്ഞെടുത്തിട്ട് അവരതാണ് ചെയ്യുന്നത്. എന്നാൽ ഈ റിസോഴ്സ് പേഴ്സണിന്റെ കൂട്ടത്തിലെ ആളുകൾ ഒന്ന് തിരിച്ചു പറയണ്ടേ? ഈ ആളുകൾക്കൊക്കെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഓരോ ജില്ലയിൽ നിന്നും ആളുകളെ പ്രത്യേകമായി കൊണ്ടുപോയി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. നിങ്ങൾ ഇങ്ങനെ അത് പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ നിന്നെങ്കിലും ഇവർക്കൊന്ന് പറഞ്ഞുകൂടെ? ഇതൊന്നും ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല, ഇതിലൊരു അശാസ്ത്രീയത ഉണ്ട്, മിണ്ടൂല. പൊതുവെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ രീതി എങ്ങനെയാണ്? അവര് എന്താ കൽപ്പിക്കുന്നത് അതുപോലെ അങ്ങനെ ചെയ്തു പോകുന്ന രീതിയാണ്. അപ്പോ ഈ തരം അപകടങ്ങളെ പറ്റി നമ്മൾ യഥാർത്ഥത്തിൽ ശരിക്കും നല്ല ബോധവാനാകണം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത് ആണും പെണ്ണുമായി തന്നെയാണ്. അല്ലാതെ മൂന്നാം ലിംഗം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. ഇപ്പോ നമ്മളെ നാടുകളിലൊക്കെ മൂന്നാം ലിംഗം എന്ന് പറഞ്ഞൊരു ലിംഗമുണ്ട്. മൂന്നാം ലിംഗം, ട്രാൻസ്ജെൻഡറിനെ പറ്റി മൂന്നാം ലിംഗം എന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരു സംഗതിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വന്നഹു ഖലഖ സൗജൈൻ, ഇണകളായിട്ട് അല്ലാഹു സൃഷ്ടിച്ചു. സൗജ് അത് ആരാണ്? അത് ദക്കറ വൽ ഉൻസ, ആണും പെണ്ണും, മൂന്നാമതൊന്നുമില്ല. ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, അങ്ങനെ ഖുർആൻ പറഞ്ഞു. സൗജൈൻ എന്ന് പറഞ്ഞാൽ ഇണകളായി ജീവിക്കുക എന്ന് പറഞ്ഞ സംഗതി. ഇണകളായി ജീവിക്കുന്നത് ആണും അല്ല, പെണ്ണും അല്ല. പിന്നെയാണ് ഇണകളായി ജീവിക്കുന്നത് അള്ളാഹുവിൽ നിശ്ചയിച്ച പ്രകൃതി, അതിൽ പ്രകൃതിക്കുള്ളത് അത് ദക്കറ വൽ ഉൻസ, ആണും പെണ്ണും എന്നത് തന്നെയാണ്. അതന്നെയാണ് അതിന്റെ അടിസ്ഥാനം. അത് ആര് എന്ത് ശാസ്ത്രം പറഞ്ഞുകൊണ്ടും ഒരു സ്വർഗരതിയെ പോലെയുള്ള തോന്നിയാസങ്ങൾ എത്ര പ്രചരിപ്പിച്ചാലും ശരി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും മതത്തിന്റെ കാഴ്ചപ്പാടിലും ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിലും മനുഷ്യ പ്രകൃതിയുടെ കാഴ്ചപ്പാടിലും ഇണകൾ എന്ന് പറയുന്നത് അത് ആണും പെണ്ണും തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്തിൽ തന്നെയാണ് എല്ലാവരും എത്തുന്നത്. ഇത് പണ്ട് കാലത്ത് ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായൊരു പുതിയ ഒരു രതി വൈകൃതമാണ് യഥാർത്ഥത്തിൽ ഈ ഹോമോസെക്ഷൽ എന്ന് പറയുന്നത്. രതി വൈകൃതമാണ്. അത് ആദ്യമായി ഉണ്ടായിട്ടുള്ളത് ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ കാലത്താണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കാലനി കോമിയത്ത് തൂനൽ ഫാഹിഷത്ത്, ഖുർആൻ പ്രയോഗിച്ചതിന് ഫാഹിഷത്ത് എന്നാണ്. ഈ സെയിം സെക്സ് അല്ലെങ്കിൽ ഹോമോസെക്ഷൽ എന്നൊക്കെ പറയുന്നതിന് സ്വവർഗരതി എന്നുള്ളതിനൊക്കെ ഖുർആൻ പ്രയോഗിച്ചത് ഫാഹിഷത്ത് എന്നാണ്. ഫാഹിഷത്ത് എന്ന തോന്നിയാസം, പച്ച തോന്നിയാസം എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഈ പച്ച തോന്നിയാസം നമ്മളെ മക്കളെ ഇവര് ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് സിനിമകളിലൂടെയും മറ്റ് പ്രസിദ്ധീകരണങ്ങളിലൂടെയും പഠിപ്പിക്കുമ്പോൾ സമുദായം അതിനെതിരെ ബോധവാന്മാരാകേണ്ടതുണ്ട്. നമ്മുടെ മഹല്ലുകളും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളും അതുപോലെ സമുദായത്തിന്റെ എല്ലാ ആളുകളും ഇത്തരം സംഗതികളെ ബോധവൽക്കരണം നടത്തുകയും അതിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ തലമുറ ഒന്നുമല്ലാതെയായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ ഒക്കെ, ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധ്യാപകരുടെയും അതുപോലെ ക്ലാസ് എടുക്കുന്ന ആളുകളുടെയും വാക്കുകൾ വേദവാക്യം പോലെ വിഴുങ്ങുന്നവരാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറെ മതവുമായി ബന്ധപ്പെട്ട കുട്ടികളെ കുറച്ചുകൂടി അതിലൊക്കെ വിവേചന ശേഷി ഉണ്ടാകുമെങ്കിലും ഇതൊന്നും ഈ രീതിയിൽ കിട്ടാത്ത സ്ഥലങ്ങളിലുള്ള കുട്ടികൾ ഇതുപോലെ തന്നെയാണ് ജീവിതം. അതുപോലെ അങ്ങനെ സൊസൈറ്റി മുഴുവൻ, മുസ്ലിം സമുദായത്തെ എന്തായാലും ഈ മഹാമാരിയിൽ നിന്ന് നമ്മൾ എന്തായാലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷിതാക്കൾക്ക് ബോധമാണ്. ഈ പറഞ്ഞ ഈ ക്യാമ്പുകൾ നടത്തുമ്പോൾ അവരോട് ചോദിക്കണം, എന്താ നിങ്ങൾ ഈ ക്യാമ്പിലുള്ളത്? അങ്ങനെയാണെങ്കിൽ നിന്റെ മോളെ ഞാൻ പറഞ്ഞയക്കുന്നില്ല, അല്ലെങ്കിൽ മോനെ ഞാൻ പറഞ്ഞയക്കുന്നില്ല എന്ന് പറയാനുള്ള ആർജവം വേണം. മാർക്ക് കുറച്ച് കൊടുക്കും. ഇതിനൊക്കെയുള്ള കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ഇതിന് ഗ്രേസ് മാർക്ക് കൊടുക്കണം. ഈ രീതിയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഈ കുട്ടികൾക്ക് ഇത് പങ്കെടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാക്കണം. ഈ ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി കുട്ടികൾക്ക് ഉണ്ടാക്കിയുള്ളൂ. ക്ലാസ് എടുത്ത് കൊണ്ടുവരുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിക്കുന്ന, അതിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ ചോദ്യം ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കാനും അത് രക്ഷിതാക്കൾക്ക് വീട്ടിൽ നിന്ന് സാധിക്കണം. അവർക്ക് വീട്ടിൽ നിന്ന് സാധിക്കാത്ത സംഗതിയാണെങ്കിൽ അതിനുള്ള സംവിധാനം സൊസൈറ്റി, നമ്മുടെ സമുദായം അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. മതസംഘടനകൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ സാമുദായിക സംഘടനകൾ അതിൽ ഉണ്ടാക്കിയിട്ട്
ഈ കാര്യത്തെപ്പറ്റി, ഈ അപകടത്തെപ്പറ്റി ശരിയായ അർത്ഥത്തിൽ ബോധമുണ്ടാക്കണം. എങ്കിലേ നമ്മുടെ അടുത്ത തലമുറ ഈ പറഞ്ഞ രതിവൈകൃതങ്ങളിൽ നിന്ന് നമുക്കൊരു പരിധിവരെ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. നമ്മുടെ സോഷ്യൽ മീഡിയയും സിനിമകളും അതുപോലെ മറ്റ് പല ദൃശ്യമാധ്യമങ്ങളൊക്കെ എല്ലാത്തരം രതി വൈകൃതങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണുള്ളത്. ആ രീതി അങ്ങനെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെട്ടാൽ, അത് അതുപോലെ രീതിയിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ കുടുംബജീവിതം തകരും, നമ്മുടെ മക്കളുടെ കുടുംബജീവിതം തകരും. ഇപ്പൊ തന്നെ പെൺകുട്ടികളുടെ മനസ്സിലൊക്കെ പലപ്പോഴും ഈ വിവാഹം എന്ന് പറഞ്ഞതിന് തന്നെ അവർക്ക് ഒരാവശ്യമില്ലാത്ത സംഗതിയാണെന്ന് തോന്നുക. അതാണ് ഈ വിഭാഗം ആളുകൾ ഉദ്ദേശിക്കുന്നത്. അതാണ് വിവാഹം എന്ന് പറഞ്ഞത്. അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടാണ്. വിവാഹം ഒന്നും ആവശ്യമില്ല. ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ജീവിക്കുക. ഒരു വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ പറയുന്ന പേര്, ഇപ്പൊ പറയുന്ന പേര് ലിവിങ് ടുഗദർ എന്നാണ്. പണ്ട് പറയുന്ന പേര് വ്യഭിചാരം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പച്ച വ്യഭിചാരം എന്ന് പറഞ്ഞ സാധനത്തിന് ഇന്ന് പേര് മാറ്റിയിട്ട് അതിനെ മഹത്വവൽക്കരിക്കുകയാണ്. ലിവിങ് ടുഗദറാണ്. ഞങ്ങൾ ലിവിങ് ടുഗദറാണ്. ഒന്നുമില്ല, വിവാഹം ചെയ്യാതെ ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതത്തിന് അവർ പറയുന്ന പേരാണ്. ഇപ്പൊ ലിവിങ് ടുഗദറാണ് വിവാഹത്തെക്കാൾ പുണ്യകരമായ, വിവാഹത്തെക്കാൾ ഏറ്റവും നല്ലത് എന്ന രീതിയിലൊക്കെ നമ്മുടെ മക്കളെ ആ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്യാണ്, മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് നമ്മുടെ കുട്ടികളെ തകർക്കുകയാണ്, അവരുടെ തോന്നിവാസികളാക്കി മാറ്റുന്ന പ്രവണതയാണ് ഇത്തരം സംഗതികളിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ നമ്മൾക്ക് ശബ്ദിക്കാൻ സാധിക്കണം, രക്ഷിതാക്കൾക്ക് ശബ്ദിക്കാൻ സാധിക്കണം, സമൂഹത്തിന് ശബ്ദിക്കാൻ സാധിക്കണം. അതൊക്കെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു മതബോധമുള്ള വിശ്വാസികളായ നമ്മുടെ ബാധ്യത. അത്തരം കാര്യങ്ങളെ പറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, പുതിയൊരു വർഷം വരികയാണ്, ന്യൂ ഇയർ. പല നാടുകളും മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സംസ്കാരത്തിൻ്റെയോ ഒന്നും പേരിലൊന്നും അല്ല ന്യൂ ഇയർ പരിപാടികൾ വേണ്ടാന്ന് വെച്ചിരിക്കുക അറബ് നാടുകളൊക്കെ. കാരണം ഫിലസ്തീൻ എന്ന എല്ലാവരുടെ മുമ്പിലും ചോദ്യചിഹ്നമായി നിൽക്കുന്ന ആ അവസ്ഥയിൽ നമുക്കെന്ത് ന്യൂ ഇയർ എന്ന് ആലോചിക്കുന്നിടത്തേക്ക് ലോകത്തിലെ മുസ്ലിം രാഷ്ട്രങ്ങളും അതല്ലാത്ത മറ്റു പല രാഷ്ട്രങ്ങളും അതിലേക്ക് ആ ഒരു ചിന്തയിലാണുള്ളത്. ആ ഒരു ചിന്ത മതത്തിൻ്റെ ഒന്നും പേരിലല്ലാത്തവർക്ക് ആ ഒരു ചിന്ത യഥാർത്ഥത്തിൽ വേണം, നമുക്കും വേണം. ഫലസ്തീനിലെ നമ്മുടെ മക്കള് ഈ രീതിയിൽ അവിടെ ക്രൂശിക്കപ്പെടുമ്പോൾ, ചുട്ടരിക്കപ്പെടുമ്പോൾ, കൊന്നൊടുക്കപ്പെടുമ്പോൾ, വംശഹത്യ നടത്തപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ ന്യൂ ഇയറും ആഹ്ലാദവും പൊടി പൊടിച്ചുകൊണ്ട് നിൽക്കുന്നതൊന്നും ശരിയില്ല എന്ന തോന്നൽ മുസ്ലിം മനസ്സുകളിലും എന്ന് മാത്രമല്ല മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ളവരുടെ മനസ്സുകളിലേക്കും കയറി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ, നിങ്ങൾ ഓരോരുത്തരും ആ ഒരു ബോധം നന്നേ ചുരുങ്ങിയത് നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ നാട്ടിലൊക്കെ അതിൻ്റെ ചില അലയൊലികൾ പലപ്പോഴും എല്ലാ വർഷവും പല രീതിയിലും ഉണ്ടാകാറുണ്ട്. അത് ഈ പ്രാവശ്യം എന്തായാലും അത്തരം സംഗതികൾ ഉണ്ടാകരുത്. പലപ്പോഴും ഈ ന്യൂ ഇയറിന്റെ പേരിൽ നടക്കുന്ന സംഗതികളൊക്കെ വലിയ തോന്നിവാസങ്ങൾ തന്നെയാണ്. മദ്യവും അതുപോലെ മറ്റു പലതും പല രീതിയിലും ആസ്വദിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടികളാണ് നടത്താറുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ന്യൂ ഇയറും ഒന്നും നമുക്ക് സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നിരുന്നാലും എല്ലാവരും ആ രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂട്ടുകാരും അല്ലാത്തവരൊക്കെ വേണ്ടടോ ഇപ്രാവശ്യം ന്യൂ ഇയർ ഒന്നും വേണ്ട, എങ്ങനെ നമുക്ക് ന്യൂ ഇയർ കഴിക്കാൻ കഴിയും? നമ്മുടെ ചോര മറുഭാഗത്ത് ആ രീതിയിൽ ചിന്തപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഈ കൂത്താട്ടവും കളിയും എങ്ങനെ നമുക്ക് കഴിയും എന്ന ഒരു ബോധ്യമെങ്കിലും നമ്മൾ ഉണ്ടാകണം. അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പ്രസരിപ്പിക്കണം. എന്നിട്ടും ന്യൂ ഇയറുമായി ഈ കൂത്താടാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ബോധവൽക്കരിക്കണം. ഈ കൂത്താട്ടം ഇതൊന്നും അധികകാലം നിന്നു പോകുന്ന കാര്യമല്ല, ഇതൊന്നും ശരിയല്ല. പ്രത്യേകിച്ച് ചില സന്ദർഭങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും ആലോചിക്കണം എന്ന് മാത്രം ഉണർത്തുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മക്കളെ ഇത്തരം തോന്നിവാസത്തിലേക്ക് നയിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശബ്ദിക്കാനും അതിനെ ചോദ്യം ചെയ്യാനുമുള്ള ഒരു മനസ്സും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു പ്രതികരണ ശേഷിയും നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹു ആ രീതിയിൽ അത് ഉണ്ടായി വരുന്ന രീതിയിൽ നമ്മുടെ മനസ്സിന് ചങ്കുറപ്പും മനസ്സിന് ശക്തിയും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم يا مقلب القلوب ثبت قلوبنا على الإيمان والتقوى. اللهم يا مقلب القلوب ثبت قلوبنا على الإسلام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا